മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവായും കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദനായ സേവേറിയോസ് മെത്രാപ്പൊലീത്തായും അനുഷ്ഠിച്ചു വരുന്ന ഉപവാസ സമരം ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം കോലഞ്ചേരി പള്ളിയിലെ 1631 അംഗങ്ങൾ കൂടി വരുന്ന കോലഞ്ചേരി പള്ളി, ആ പള്ളി മലങ്കര സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടേണ്ടതാണ് എന്ന വിധി നടപ്പിലാക്കി കിട്ടുന്നതിനു വേണ്ടിയാണ് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്ദനായ സേവേറിയോസ് തിരുമേനിയും ഉപവാസം അനുഷ്ഠിക്കുന്നത്. ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും ചർച്ചയിൽ നിന്ന് കാര്യമായി ഒന്നും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം യാക്കോബായ സഭയ്ക്കു വേണ്ടി ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ ഭരണകക്ഷിയുടെ ഒരു MLA കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ല. കോതമംഗലത്ത് നിന്ന് ഉള്ള TU കുരുവിള MLA യാക്കോബായ സഭയ്ക്ക് വേണ്ടി പങ്കുകൊള്ളുമ്പോൾ ഇവിടെ പല സംശയങ്ങളും ഞങ്ങളിൽ ഉണ്ടാവുകയാണ്. ഏതായാലും ഈ ഉപവാസത്തിൽ നിന്ന് പരിശുദ്ധ കാതോലിക്ക ബാവായും മലങ്കര സഭയും പിന്നോട്ടില്ല എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും അതുപോലെ പരിശുദ്ധ കാതോലിക്ക ബാവായുടെയും അഭിവന്ദനായ സേവേറിയോസ് തിരുമേനിയുടെയും ആഗ്രഹപ്രകാരം ഇനിയും ഉള്ള ഉപവാസം പള്ളിയിൽ തന്നെ ആയിരിക്കണമെന്ന് ആ അഭിലാഷം അറിയിച്ചതനുസരിച്ച് ഈ ചാപ്പലിലേക്ക് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്ദനായ സേവേറിയോസ് തിരുമേനിയും ഇവിടേക്ക് ഉപവാസം മാറ്റുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടേക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും അഭിവന്ദനായ സേവേറിയോസ് തിരുമേനിയെയും ഇവിടേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും സഹകരിക്കുന്നതിൽ പ്രത്യേകമായ നന്ദി. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നടത്തുന്നത് ഉപവാസ സമരമാണ്, പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും അഭിവന്ദനായ സേവേറിയോസ് തിരുമേനിയുടെയും. എന്നാൽ മറുഭാഗത്ത് നടക്കുന്നത് അഖണ്ഡ പ്രാർത്ഥനയാണ് എന്നുകൂടി ഇത്തരുണത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. തീർച്ചയായും ഇന്നലെ മലങ്കര സഭയുടെ കേരളത്തിലെ 25 കേന്ദ്രങ്ങളിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുവാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇന്നലെ വൈകുന്നതിന് മുമ്പായി കേരളത്തിൽ 48 കേന്ദ്രങ്ങളിൽ ഈ സമ്മേളനങ്ങൾ റാലിയും പ്രതിഷേധ സമ്മേളനങ്ങളും നടന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ 10,000-ഓളം ആളുകൾ പങ്കുകൊള്ളുന്ന ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മലങ്കര സഭയുടെ അംഗമാണ് എന്ന് കരുതി പ്രത്യേകമായ യാതൊരു ആനുകൂല്യങ്ങളും ആ പേര് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളല്ല കോടതിയെ സമീപിച്ചത്, മറുഭാഗമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. ആ കോടതി വിധി നടപ്പിലാക്കി കിട്ടണം എന്ന ഒരേ ഒരു ആവശ്യം മാത്രമേ മലങ്കര സഭയ്ക്കുള്ളൂ. അത് ഭരിക്കുന്നത് ഏത് സർക്കാരാണെങ്കിലും അത് നടപ്പിലാക്കി തരേണ്ടത് ആ സർക്കാരിന്റെ ബാധ്യതയാണ്. തീർച്ചയായും ആ ഉപവാസ സമരത്തിന് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല, ആ വിധി നടപ്പിലായി കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇടവ അംഗത്വത്തെ കുറിച്ച് ചില തെറ്റിദ്ധാരണജനകമായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ മറുഭാഗത്തു നിന്ന് വരുന്നത് TV കാണുന്നുണ്ട്. 1631 കുടുംബം ഉണ്ടെന്ന് പറയുന്നത് നേരെ മറച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1631 കുടുംബങ്ങളുള്ളതിന്റെ രജിസ്റ്റർ ഏത് സമയത്തും എടുത്ത് കാണിക്കാനാണ്. ഈ പറയുന്നതായ പാത്രിക വിഭാഗത്തിന് എന്തെങ്കിലും ഒരു തെളിവ് അങ്ങനെ കാണിച്ചു തരാനുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഒന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ അവർ ആ വാദം പൊളിഞ്ഞേനെ. ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്, ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ തിരുവേദിയെ ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി ചെയ്യുകയാണ്. നമുക്ക് അങ്ങോട്ടുണ്ട്. ാണെങ്കിലും കത്തോലിക്ക സഭാംഗങ്ങളാണെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സവും ആർക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ 34 ഭരണഘടന അനുസരിച്ച് മാത്രമേ നടക്കാവൂ.
മെത്രാപ്പൊലീത്തായുടെ മെത്രാപ്പൊലീത്ത നിയമിക്കുന്ന വികാരി അച്ഛന്റെ നിയന്ത്രണത്തിൽ മാത്രമേ അക്കാര്യങ്ങൾ നടക്കൂ.